ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ശാരദയും മക്കളും എല്ലാവരും കൂടി ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നിളക്കുട്ടി പറയുന്നത്, അമ്മേ ഇത് അച്ഛന് ഒരുപാട് ഇഷ്ടമുള്ള ചമ്മന്തി അല്ലേ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന എല്ലാവരുടെയും ഓർമ്മ അച്ഛനിലേക്കാകുന്ന കാണുന്ന കാവേരി പറയും, അതിനെന്താ, നമ്മുടെ അച്ഛൻ ഗൾഫിലല്ലേ, 5 വർഷം കഴിയുമ്പോൾ വരുമല്ലോ എന്ന് ചോദിക്കുക. അപ്പം നിള പറയും, ഈ സമയത്ത് എന്നും അച്ഛൻ ഫോൺ വിളിക്കുന്നതല്ലേ ചേച്ചി, അതൊക്കെ ഓർക്കുമ്പം എനിക്ക് സങ്കടം വരിക എന്ന് പറയാം. അപ്പം തന്നെയാണ് നമ്മുടെ കാവേരിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ദേ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഓടിച്ചില്ലോ, ഒന്ന് പോടി, അച്ഛൻ ഫോൺ വിളിക്കുമ്പോൾ ഇതുപോലെ തന്നെ ബെല്ലടിക്കുന്നത്. അത് കേൾക്കുന്ന യമുന പറയും, ആര് ഫോൺ വിളിച്ചാലും ഇതുപോലെ ബെല്ലടിക്കുള്ളൂ എന്നും പറഞ്ഞ് യമുന നിളയെ കളിയാക്കും കേട്ടോ. അപ്പം നിള പോയി ആ ഫോൺ അറ്റൻഡ് ചെയ്യുക. അച്ഛൻ്റെ കുട്ടിത്താറാവ് ആഹാരം കഴിക്കുവാണോ എന്ന് ചോദിക്കുക. വിനീതേട്ടനാട്ടോ വിളിക്കുന്നത്. അപ്പം അവൾ പറയും, ദേ വിനീതേട്ടനെ വിളിക്കുന്നത്. അതേലോ എന്ന് പറയണ്. അച്ഛന് ഇഷ്ടപ്പെട്ട തേങ്ങാ ചമ്മന്തിയാണ് ഇന്ന് ഗംഗേച്ചി ഉണ്ടാക്കിയത്. അതും കൂട്ടി ആഹാരം കഴിക്കാൻ തുടങ്ങിയപ്പം ഞങ്ങൾ അച്ഛനെ ഓർത്തു എന്ന് പറയാണ്. ഞാൻ അച്ഛന് ഫോണിൽ കൂടെ ഈ ചമ്മന്തി അയച്ചു തരട്ടെ എന്ന് സ്വന്തം അച്ഛനോട് സംസാരിക്കുന്ന പോലെ നമ്മുടെ നിള വിനീതിനോട് സംസാരിക്കുക. അത് കേൾക്കുന്ന വിനീത് പറയും, തന്നേക്ക്, അച്ഛന് ഇപ്പം തന്നെ അത് മേടിച്ച് ഇന്ന് അച്ഛന് ഊണിൻ്റെ കൂടെ മോള് അയച്ചു തന്ന തേങ്ങാ ചമ്മന്തി കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. അച്ഛൻ്റെ കുട്ടിത്താറാവ് മിടിക്കായിട്ട് പോയി ആഹാരം കഴിച്ച് കിടന്നുറങ്ങിക്കേ എന്ന് പറയാണ്. അച്ഛൻ്റെ കുട്ടി അച്ഛൻ വിളിക്കാത്തതിൽ വിഷമിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ അരവിന്ദൻ സംസാരിക്കുന്ന രീതി തന്നെ നമ്മുടെ വിനീത് സംസാരിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നിളയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുക. വിനീതിലൂടെ തൻ്റെ അച്ഛനെ അവൾ കാണാൻ ശ്രമിക്കുന്നുമുണ്ട്. എന്നിട്ട് സങ്കടം വന്ന വിനീത് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുവാണേ. ഫോൺ കട്ട് ചെയ്തിട്ട് അമ്മാവൻ്റെ കാര്യങ്ങളൊക്കെ വിനീത് ഓർക്കുക. അപ്പോൾ ഇതെല്ലാം കാണുന്ന വീട്ടിലുള്ള എല്ലാവരും കണ്ണീരോട് കൂടിയാണ് കേട്ടോ ആ ദൃശ്യം കാണുന്നത്. അപ്പം രാധമ്മയ്ക്കും ഒരുപാട് സങ്കടം വരിക. ശാരദ നിളയോട് ചോദിക്കുക, അച്ഛനെ പോലെ വിനീതേട്ടൻ സംസാരിച്ചോ? ആ സംസാരിച്ചമ്മേ എന്ന് പറയാം. അത് കാണുന്ന രാധമ്മ പറയും, എത്ര നല്ല പയ്യനാ, എത്ര സ്നേഹവും അവൻ എല്ലാവരോടും, ഇത്രയും നല്ല പയ്യനെയല്ലേ നീ വേണ്ടെന്ന് വെച്ചത് എന്ന് ഗംഗയോട് ചോദിക്കുക. അതിന് വിനീതേട്ടൻ മോശമാണെന്ന് ഞാൻ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ അമ്മേ? ഇപ്പോഴും സമയം വൈകിട്ടില്ല, എത്രയും പെട്ടെന്ന് വിനീതിനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിക്കുക എന്ന് രാധമ്മ പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന കാവേരി പറയും, അയ്യോ വേണ്ട വേണ്ട, വിനീതേട്ടൻ നല്ലതാ, പക്ഷെ അവിടെ ഒരു കള്ളിയാങ്കാട്ട് നീലയുണ്ട്, അത് ഗംഗേച്ചിയുടെ പല്ല് നഖ പോലും ബാക്കി വെക്കുകയല്ല എന്ന് പറയണേ. അപ്പം യമുന പറയും, വിനീതേട്ടൻ നല്ല പയ്യനൊക്കെ തന്നെയാണ്, അതിലൊരു സംശയമില്ല, നമുക്കെല്ലാവരോടും സ്നേഹമാണ്, പക്ഷെ സുജാതമ്മായി എൻ്റെ പൊന്നോ, അവരെ സഹിക്കാനായിട്ട് ഗംഗേച്ചിക്കൊന്നും ഒരിക്കലും സാധിക്കില്ല, നമ്മൾ അവിടെ പോയി നിന്ന് അനുഭവിച്ചതല്ലേ, എൻ്റെ പൊന്ന് ഗംഗേച്ചി വേണ്ട, ആവശ്യമില്ലാത്ത വയ്യാവേലൊന്നും പിടിച്ച് തലയെ വെക്കണ്ട എന്ന് പറയാം. അത് കേൾക്കുന്ന രാധമ്മ പറയുവേ, സുജാത ഇനി എത്ര കാലമാടി? അപ്പം കാവേരി പറയും, രാധമ്മോ അതുമാത്രം പറയല്ലേ, സുജാതമ്മയുടെ അമ്മയാ രാധമ്മ, രാധമ്മ ഇനി ഒരു 20 വർഷം കൂടി ജീവിക്കും, ആ കണക്കിന് നോക്കിയാൽ സുജാതമ്മായി ഇനി 40 വർഷം കൂടി കാണും, അപ്പോഴേക്കും ഗംഗ ചേച്ചിക്ക് വയസ്സ് 60 കഴിയും, പിന്നെ എന്തോന്ന് ജീവിതം. എൻ്റെ പൊന്നോ, ഗംഗേച്ചി വിനീതേട്ടനെങ്ങാനും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സുജീതപ്പച്ചയുടെ കൂടെ നിന്ന് ഗംഗ ചേച്ചി അനുഭവിക്കും, അതുകൊണ്ട് അതൊന്നും വേണ്ട, വിനീതേട്ടൻ വളരെ നല്ലതാ, വിനീതേട്ടന് അമ്മയുടെയും ഭാര്യയുടെ ഇടയിൽ കിടന്ന് നട്ടം തിരിയാനേ സമയം കാണുള്ളൂ, അതുകൊണ്ട് ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും കാണാൻ എൻ്റെ രാധമ്മോ എന്ന് കാവേരി പറയണേ കേട്ടോ. അത് കേൾക്കുന്ന നമ്മുടെ ഗംഗ പറയും, ഇപ്പം ഞാൻ ഒരു കല്യാണത്തെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല, ഞാൻ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഴിക്കുന്ന ഈ ആഹാരം കൂടി ഇല്ലാതാകും എന്ന് പറയാം. അത് കേൾക്കുന്ന ശാരദ ഗംഗയെ ഞെട്ടി നോക്കുക. എൻ്റെ തയ്യൽ മിഷൻ ചവിട്ടി കിട്ടുന്ന കാശ് കൊണ്ടാണ് ഇപ്പം ഇവിടുത്തെ ചിലവും ഇവരുടെ പഠിത്തത്തിനുള്ള കാശും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്, അത് നിന്നു പോയി കഴിഞ്ഞാൽ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് സത്യമാണല്ലോ എന്ന് ചിന്തിക്കുക. അമ്മായിമ്മ വന്ന് ആ കാശിന് കൈ നീട്ടിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഗംഗേച്ചി കുറച്ചായിട്ടൊരു ജോലി നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ എത്രയും പെട്ടെന്ന് അത് ശരിയാകും എന്ന് കാവേരി പറയാം. എടി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, തമാശ അല്ല ഗംഗേച്ചി, കുറച്ച് നാളായിട്ട് എൻ്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം അത്, ഗംഗേച്ചിക്ക് ഒരു ജീവിതം വേണം, പഠിച്ചു കഴിഞ്ഞിട്ടും ഗംഗേച്ചി ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്, ജോലി ഒന്നും ശരിയാവാഞ്ഞിട്ടാ എന്ന് കാവേരി പറയാം. ചേച്ചിക്കാണല്ലോ ഇവിടെ കൂടുതൽ ബന്ധങ്ങൾ, പറ്റുവാണെങ്കിൽ പുഷ്പവാടിയിൽ തന്നെ എനിക്കൊരു ജോലി അന്വേഷിച്ച് തരണം ഗംഗേച്ചി, അല്ലെങ്കിൽ ഈ നാട് തന്നെ വിട്ടു പോകാം ഞാൻ. അപ്പം അത് കേൾക്കുന്ന യമുന പറയും, ചേച്ചി എന്തൊക്കെയായി പറയുന്നേ, ചേച്ചി കൂടി ഇവിടെ ഇല്ല, ഞങ്ങൾ എങ്ങനെയാ എന്ന് യമുന ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാവേരി അവളുടെ റൂമിലേക്ക് അങ്ങ് കയറി പോവാം.
ഇതേ സമയം നമ്മുടെ നിവിൻ്റെ റിസോർട്ടിൽ രാജേശ്വരി ആണെങ്കിൽ വന്ന ഗസ്റ്റുകളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസിഫ് പുറത്ത് ഫോണിൽ നോക്കി ഇങ്ങനെ ഇരിക്കുക. അതേ സമയമാണ് ജയബാലൻ അങ്ങോട്ട് വരുന്നത്. അപ്പം ആസിഫിൻ്റെ ആ ഇരിപ്പൊന്നും ജയബാലൻ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അല്ലടാ, നിനക്കിവിടെ ഒരു ജോലിയില്ലേ, നീ ഇവിടുത്തെ ജോലിക്കാരനാണല്ലോ, ആ ചിന്തയൊന്നും നിനക്കില്ലേടാ, പോയി വല്ല ജോലി എടുക്കട ചെറുക്ക എന്നും പറഞ്ഞ് പേടിപ്പിക്കുക. എന്നിട്ട് ജയബാലൻ അകത്തേക്ക് വരിക. അപ്പം ജയബാലൻ്റെ ഈ വരവൊന്നും രാജേശ്വരിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അല്ല രാജി, നീ എന്താ എന്നെ അന്യന്മാരെ നോക്കി നിൽക്കുന്ന പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഞാൻ നിൻ്റെ ഏട്ടനാടി ജയബാലൻ, നിനക്കെന്നെ എന്നോടൊരു സ്നേഹം ഇല്ലാത്ത എന്ന് ചോദിക്കുക. ഏട്ടനാണല്ലോ ആ ബോധമൊന്നും ഇല്ലാത്ത, ഏട്ടനാന്നുള്ള ബോധം എനിക്ക് നന്നായിട്ടുണ്ട്. അല്ല, എന്താ ഇങ്ങോട്ടേക്കൊരു വരവ്? ഇനി ഞാനുമായിട്ടൊരു ബന്ധം ഇല്ലെന്നൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞത്. നീ ഇപ്പോഴും അന്ന് അരവിന്ദൻ്റെ കുടുംബമായിട്ട് നടന്ന ഈ ഇഷ്യൂ മനസ്സിൽ വിചാരിച്ച് ഇരിക്കുവാണല്ലേ? അന്ന് നീ എന്നോടൊരു വാക്ക് പറഞ്ഞായിരുന്നു, അരവിന്ദൻ മരിച്ചതിന് ശേഷം ഇനി ഇങ്ങനൊരു കൂടപ്പിറപ്പുണ്ടെന്ന് നീ എന്നെ ചിന്തിക്കുവോളെന്ന്. അപ്പം അരവിന്ദൻ ഇപ്പം ഇല്ലല്ലോ, അതിനർത്ഥം എനിക്ക് എൻ്റെ അനിയത്തിയെ സ്നേഹിക്കാലോ. അതുകൊണ്ടാണ് നിന്നെ ഒന്ന് കാണാൻ വന്നത്. അന്ന് ഏതോ ഒരു സമയത്ത് എൻ്റെ നാക്കിൽ നിന്ന് അങ്ങനൊരു വാക്ക് വീണുപോയി. ഒരിക്കലും അരവിന്ദേട്ടൻ്റെ മരണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് ആ മനുഷ്യനോട് സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. അന്ന് ആ സിറ്റുവേഷനിൽ ഒന്ന് ജയിക്കാൻ ഞാൻ പറഞ്ഞു പോയതാ. അതിൽ ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, റിയലി റിഗ്രറ്റ് ഇറ്റ് എന്നും കരുതി അതും പറഞ്ഞുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് ജയബാലേട്ടൻ വന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് ചോദിക്കാം. ഓ, നീ എന്ത് വർത്തമാനം ആടി ഈ പറയുന്നത്? രാജി, ഒന്നുമല്ലേ, നമ്മൾ ഒരമ്മയുടെ മക്കളാ, സ്വന്തം കൂടപ്പിറപ്പുകൾ. അങ്ങനെയുള്ളപ്പം നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരം ഉണ്ടായെന്നും കരുതി അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ദേ, നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്ന് പറയാം. അല്ല, ആ ആസിഫിനോട് എന്താ ജയബാലേട്ടൻ പറഞ്ഞത്? ഓ, അവനിവിടുത്തെ ജോലിക്കാരനാണെന്നുള്ള ചിന്തയൊന്നും അവനില്ല. ഈ ജോലിക്കാരെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് നിർത്തണം. അതുകൊണ്ട് അവന് ഞാനൊന്ന് ഉപദേശിച്ചതാ എന്ന് പറയാം. നിങ്ങളെ എനിക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ എന്ന് രാജേശ്വരി അപ്പം പറയാണ്. അല്ല, ഈ വരവിൻ്റെ ഉദ്ദേശം എന്താ എന്ന് എനിക്ക് വ്യക്തമായില്ലല്ലോ. ആ അരവിന്ദൻ്റെ കുടുംബത്തിന് വേണ്ടി വെള്ളം കോരിയതും വിറക് വെട്ടിയതും ഒക്കെ വെറുതെയാണെന്നേ എനിക്കിപ്പോഴാണ് ബോധ്യപ്പെട്ടത് രാജി. എത്രയൊക്കെ ആയെന്ന് പറഞ്ഞാലും സ്വന്തം കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു. ആ തിരിച്ചറിവ് എനിക്കുണ്ട്. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും നീ കഴിഞ്ഞല്ലേ ആരും ഉള്ളൂ. ഇപ്പം ആ കുടുംബമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കണമെന്ന എൻ്റെ ആഗ്രഹം. ഓ, എന്താണാവോ പറഞ്ഞു വരുന്നേ? രാഗിണി പഠിത്തം കഴിഞ്ഞ് ഉടനെ ഇങ്ങോട്ടെത്തും. ആഹാ, അതെയോ, നല്ല കാര്യമാണ്. അവളെ MBA പഠിക്കുന്നത്, ബാംഗ്ലൂർ, നിനക്കറിയാവുന്ന കാര്യമല്ലേ? അവളവിടെ തിയറിയൊക്കെ നന്നായിട്ട് പഠിച്ചു. ഇനിയിപ്പം നിന്നെപ്പോലെ നല്ല ബ്രില്യൻ്റായ ഒരാളുടെ കൂടെ നിന്ന് നന്നായിട്ട് പ്രാക്ടിക്കൽ കൂടി പഠിക്കണം. അതിനുശേഷം ഒരു വലിയ ബിസിനസ്സുകാരിയാക്കി മാറ്റണം അവളെ. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയാം. നല്ല ആഗ്രഹങ്ങളാ. അല്ല രാജി, നീ ഇപ്പം ഇവനെ കല്യാണാലോചനകളൊക്കെ നോക്കുന്നില്ലേ എന്ന് ചോദിക്കുക. പിന്നില്ലേ, നല്ല ആലോചന വന്നാൽ നടത്തണം എന്ന് പറയാം. ഇനി എന്തിനാ അതിന് വേറൊരു പെണ്ണ് ആലോചിക്കുന്നത്? എൻ്റെ മോളില്ലേ രാഗിണി, അവൻ്റെ മുറപ്പെണ്ണല്ലേ? രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിപ്പിച്ച ഇവിടെ തന്നെ കാണുകയും ചെയ്യും. എനിക്കെൻ്റെ മോളെ പുഷ്പവാടി വിട്ട് പുറത്ത് കെട്ടിക്കുകയും വേണ്ട. നിൻ്റെ കൂടെ ആകുമ്പം എനിക്ക് വിശ്വസിച്ച് കല്യാണം കഴിച്ച് അയക്കുകയും ചെയ്യാലോ എന്ന് പറയാം. അപ്പം രാജി ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള മറുപടി നൽകുന്നില്ല കേട്ടോ. നീ ഇതിനെപ്പറ്റി നന്നായിട്ട് ചിന്തിക്കുക. ഒന്നുമല്ലേലും ഞാൻ നിൻ്റെ സ്വന്തം ചേട്ടനാ രാഗിണി, നിൻ്റെ ചേട്ടൻ്റെ മോളും. ആ സ്നേഹം എന്തായാലും നിനക്കുണ്ടാകുമെന്ന് എനിക്കറിയാം. നമ്മൾ തമ്മിലൊരു ബന്ധം നമുക്ക് എന്തുകൊണ്ടും നല്ലതേ ഉണ്ടാക്കൂ എന്ന് പറയാണ് കേട്ടോ. അപ്പം രാജേശ്വരി ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇതേസമയം നമ്മുടെ വിനീത് കടയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ള ലിസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങുക. അപ്പോൾ ഇത് കാണുന്ന സലിമിക്ക പറയും, നീ എന്തിനാടാ കഷ്ടപ്പെടുന്നത്? നീ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറ, ഞാൻ എഴുതിക്കോളാം എന്ന് പറയാൻ കേട്ടോ. അപ്പം നൂല്, ബോബിൻ കേസ് എന്ന് തുടങ്ങി ഒരു ലിസ്റ്റ് അങ്ങ് കൊടുക്കുക. എഴുതിയോ എന്ന് ചോദിക്കും. പിന്നല്ലാതെ, നിങ്ങൾ എഴുതിയ ലിസ്റ്റേ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. അത് പുറത്താരേലും കാണിച്ചു കഴിഞ്ഞാലേ അവർ എന്നെ തല്ലും. നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ടടാ. ഇപ്പം ഞാൻ ശരിക്കും എഴുതാൻ പഠിച്ചടാ എന്ന് പറയാം. എന്നാ എഴുതിക്കോ, കോൺട്രേറ്റ് എന്ന് പറഞ്ഞ് ഓരോ വേണ്ട സാധനങ്ങൾ പറയാം. എത്രണ്ണം വേണം? ഒരു 10 വെച്ച് മേടിച്ചോ. പിന്നെ വെള്ളയും കറുപ്പും 20 വേണം കേട്ടോ എന്ന് പറയാം. പിന്നെന്താടാ വേണ്ടത്? പിന്നെ ബട്ടൺസ്. അതെത്രണ്ണാടാ വേണ്ടേ? അത് ഈ പറഞ്ഞ പോലെ തന്നെ മേടിച്ചോ, ഒരു 10-20 വെച്ച് മേടിച്ചോ. ഇനി ഇങ്ങനെ ഓരോന്നും ലിസ്റ്റ് എഴുതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗംഗ വിനീതിൻ്റെ കടയിലേക്ക് വരുന്നത്. അപ്പം ഗംഗ എന്ന് പറയുമ്പം സലിമിക്ക ചോദിക്കും, ഗംഗ എത്ര? ഒന്ന് മിണ്ടാതിരിക്കുക സലിമിക്ക എന്ന് പറയാം. അപ്പം സലിമിക്ക വാതക്കിലേക്ക് നോക്കുമ്പോൾ ഗംഗ, ഈ ഗംഗയായിരുന്നോ? വാ ഗംഗ എന്ന് പറഞ്ഞ് ഒരു സ്റ്റൂളിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് വിനീത് ഗംഗയെ പിടിച്ചിരുത്തുക. വിനീതേ, എടാ, നീ ആ സ്റ്റൂള് തൂത്തതേ തയ്ക്കാൻ തന്ന തുണിയാ, അതൊന്നും കുഴപ്പമില്ല, ഇവിടെ ഇരിക്കുക എന്ന് പറയാം. വേണ്ട വിനീതേട്ട, ഞാൻ നിന്നോളാം. അല്ല, ഗംഗ എന്താ ഇങ്ങോട്ട് വന്നത്? എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. സാരമില്ല, ഇപ്പം തന്നെ വിനീതേട്ടനെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് ഞാൻ എന്ന് പറയാം. എന്ത് ബുദ്ധിമുട്ട്? അതൊന്നും ഒരു സാരമുള്ള കാര്യമല്ല ഗംഗ എന്ന് പറയാം. ഒന്നും കൂടി ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഗംഗ പറഞ്ഞോ, എന്താ കാര്യം എന്ന് ചോദിക്കാം.
എന്താ ഗംഗേ, എന്താണെന്ന് മടിക്കാതെ പറഞ്ഞോ എന്ന് പറയുമ്പം ഗംഗ ഒരു ലിസ്റ്റ് എടുത്ത് വിനീതൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഈ സാധനങ്ങൾ ഒന്ന് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുക. ഇവിടത്തേക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ വാങ്ങിച്ചാൽ മതി, കുറച്ച് ലൈനിങ്ങും ഹുക്കും ഒക്കെ എന്ന് പറഞ്ഞ് ലിസ്റ്റും കാശും കൂടി കൊടുക്കുക. അതെന്താ, വാങ്ങിച്ചു തരാലോ, സലിമിക്ക് ഇപ്പം കടയിൽ പോകാനിരിക്കുകയായിരുന്നു എന്ന് പറയാം. ഇങ്ങത്താ എന്ന് പറഞ്ഞ് ലിസ്റ്റ് മാത്രം മേടിക്കും. ഗംഗ കൊടുത്ത കാശ് മേടിക്കില്ല കേട്ടോ. എന്നിട്ട് ലിസ്റ്റിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഈ പണം കൂടി വാങ്ങിക്ക് വിനീതേട്ട എന്ന് പറഞ്ഞ് പണം കൂടി നീട്ടുക. പണം ഞാൻ പിന്നെ മേടിച്ചോളാം എന്ന് പറയാം. വിനീതേട്ടൻ പറഞ്ഞു വിടുന്ന കസ്റ്റമേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം പണമൊക്കെ ഉണ്ട്, ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുക. അല്ലെങ്കിൽ ഇനി ഒന്നും വാങ്ങാൻ പറഞ്ഞു വരില്ല ഞാനിവിടെ എന്ന് പറയുമ്പോൾ വിനീത് ആ കാശ് ഗംഗയിൽ നിന്ന് മേടിക്കുകയാണ് കേട്ടോ. പക്ഷേ വിനീതിന് ഒട്ടും താല്പര്യമില്ല ഗംഗയിൽ നിന്ന് കാശ് വാങ്ങിച്ചത്. കടവൊന്നും വെക്കാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലേ വിനീതേട്ടൻ, അങ്ങനൊന്നും കരുതല്ലേ എന്ന് പറയാം. ഇപ്പം ഞങ്ങൾ 5-6 പേരുടെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ വിനീതേട്ടൻ്റെ സഹായത്തിലാണ്. വിനീതേട്ടൻ എനിക്ക് വേണ്ടി അയക്കുന്ന കസ്റ്റമേഴ്സ് കൊണ്ടാണ്. വീടൊക്കെ സ്വന്തമാക്കി എന്ന് കരുതി വായു ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ, അതിന് പൈസ വേണ്ടേ? പിന്നെ യമുനയുടെയും നിളയുടെയും പഠിപ്പ്, എല്ലാത്തിനും നല്ലൊരു തുക വേണം. ഓരോ ദിവസവും മുന്നോട്ട് പോകണ്ടേ എന്ന് ഗംഗ തൻ്റെ കാര്യങ്ങളൊക്കെ വിനീതിനോട് പറയാം. വിനീതേട്ടൻ പണം വാങ്ങിയില്ലെങ്കിൽ അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു സുഖം നഷ്ടപ്പെടും, അതുകൊണ്ടാ എന്ന് ഗംഗ വിനീതിനോട് പറയൂട്ടോ. ആ പിന്നെ എന്നും പറഞ്ഞ് എന്തോ കാര്യം പറയാൻ മടിക്കുന്ന പോലെ കാണുന്ന വിനീത് പറയും, എന്താ പറഞ്ഞു, കാവേരിക്ക് എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കാൻ വിനീതേട്ടൻ വിചാരിച്ചാൽ പറ്റുമോ എന്ന് ചോദിക്കുക. ഇതെന്താ പെട്ടെന്ന് എന്ന് വിനീത് ചോദിക്കുക. പെട്ടെന്നല്ല, അച്ഛനുണ്ടായിരുന്നെങ്കിലും പഠിപ്പ് കഴിഞ്ഞ് അവൾ ജോലിക്ക് പോകുമായിരുന്നല്ലോ, ഇപ്പോഴും വെറുതെ നിൽക്കുമല്ലേ, ഇത്രയും പഠിച്ചിട്ട് കുടുംബം നോക്കാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നും കരുതി അവൾക്ക് ഒരുപാട് സങ്കടമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. അവൾക്ക് ആകെ സങ്കടമാണ്. കാവേരിക്ക് പഠിപ്പിന് പറ്റിയ ഒരു ജോലി. അപ്പം ഗംഗ പറയും, അങ്ങനൊന്നും നോക്കുന്നില്ലെന്നാണ് പറയുന്നത്, അവൾ പലരെയും വിളിച്ച് ജോലി അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. ആണോ? പുഷ്പവാടിയിൽ വിനീതേട്ടന് കൂടി അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്, അവളവിടെ സുരക്ഷിതയായിരിക്കും എന്നൊരു ബോധ്യം ഉണ്ടാവുമല്ലോ. ഇപ്പം വിശ്വസിക്കാൻ വേറെ ആരും ഇല്ലല്ലോ, വിനീതേട്ടനല്ലേ ഉള്ളൂ എന്ന് പറയാം. അത് കേൾക്കുന്ന വിനീതിന് ഒരുപാട് സന്തോഷം തോന്നുവാണ് കേട്ടോ. അപ്പം ഗംഗയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരം സലിമിക്കയും ഇങ്ങനെ നോക്കുക. ആ, ഗംഗ ടെൻഷൻ അടിക്കണ്ട, ഞാൻ എന്തായാലും നോക്കാം, എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ഗംഗ പറയുകയാണേ. എന്നിട്ട് വിനീതിനോട് യാത്ര പറഞ്ഞാൽ ഗംഗ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അപ്പം തിരിഞ്ഞ് വീണ്ടും വിനീതിനെ ഒന്ന് നോക്കുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് ലേഡീസ് ഐറ്റംസ് നൽകുന്നതിന് സമീപിക്കുക എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണുവാണ് കേട്ടോ. ഗംഗയെ സമീപിക്കാനുള്ളതൊക്കെ എഴുതിയിരിക്കുന്നത്. അത് വായിക്കുന്ന ഗംഗയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുക, അതിലുപരി കുറ്റബോധവും ഒക്കെ തോന്നുക. വിനീത് തൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നോർത്ത് എന്ത് പറയണമെന്നറിയാതെ ഗംഗ അവിടെ തന്നെ നിൽക്കുവാണേ. കടന്ന് സലിമിക്ക വിനീതിനോട് പറയാ, എത്ര നന്നായിട്ട് ജീവിച്ച കുട്ടികളാ, മനുഷ്യൻ്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ, എപ്പോൾ വേണേലും എന്ത് സംഭവിക്കാം, അല്ലട വിനീത് എന്ന് ചോദിക്കുക. അപ്പോൾ വിനീത് പറയും ആ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണേ. ഇതേ സമയം നമ്മുടെ രാജേശ്വരിയുടെ റിസോർട്ടിൽ നിവിനാണ് കിടന്നുറങ്ങുക. ആസിഫ് റിസപ്ഷനിൽ ഇരിക്കുക. അപ്പോൾ രാജേശ്വരി അങ്ങോട്ട് വരിക. ആസിഫെ, മാർക്കറ്റിൽ പോകാൻ നിന്നോട് എപ്പോൾ പറഞ്ഞതാ, നീ എന്താ പോകാതിരിക്കുന്നത്? റിസപ്ഷനിൽ ആരുമില്ല ആൻറ്റി, അതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്ന് പറയാം. അപ്പോഴാണ് രാജേശ്വരി അവിടെ കിടക്കുന്ന നിവിനെ കാണുന്നത്. ഇവൻ പിന്നെ ഇവിടെ എന്തിനാ, റിസോർട്ടിന് കണ്ണ് കിട്ടാതിരിക്കാനാണോ ഇവനെ ഇവിടെ കിടത്തിയിരിക്കുന്നത്? നിവിനിപ്പോൾ വന്നതേ ഉള്ള ആൻറ്റി എന്ന് ആസിഫ് പറയാം. നിവിൻ, എടാ നിവിനെ എന്ന് പറഞ്ഞ് 2-3 തവണ രാജേശ്വരി ആസിഫിൻ്റെ അടുത്ത് നിന്ന് നിവിനെ വിളിക്കും. പക്ഷെ നമ്മുടെ നിവിൻ ഇതൊന്നും അറിയുന്നില്ല. പുള്ളിക്കാരൻ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച ഇങ്ങനെ കിടക്കുക. എടാ നിവിനെ എന്ന് പറഞ്ഞ് കുലുക്കി വിളിക്കും. നിവിൻ, എടാ കണ്ണു തുറക്കടാ. ഓ, ആദ്യം ഈ കുന്ത്രാണ്ടം ചെവിന്ന് എടുത്ത് കളയണം, എന്നാലേ ചെറുക്കന് ചെവി കേൾക്കുള്ളൂ. എന്താ അമ്മ എന്നും പറഞ്ഞ് ചാടി എഴുന്നേൽക്കും. നീ ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ എന്ന് രാജേശ്വരി ദേഷ്യപ്പെടും. എന്ത് നടന്നെന്ന്? ഓഹ്, ആസിഫെ, നീ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിക്കേ എന്ന് അവനോട് പറയും. അപ്പം ആസിഫ് അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് കൊടുക്കുകയാണ് കേട്ടോ. എന്താ അമ്മേ, എന്താ കാര്യം? ഇനി നീ അവിടെ പോയി ഇരിക്കുക. ഞാനെന്തിനാ അവിടെ ഇരിക്കുന്നേ? ദേ, പറയുന്നത് അനുസരിച്ചാൽ മതി, അവിടെ പോയി ഇരിക്കട്ടെ ചെറുക്ക എന്ന് പറയണേ. അത് കേൾക്കുമ്പം ഇഷ്ടമില്ലാതെ അമ്മ പറഞ്ഞതാണല്ലോ എന്നോർത്ത് നിവിൻ റിസപ്ഷനിൽ അവിടെയുള്ള ചെയറിൽ പോയിരിക്കുകയാണ്. ഓ, എന്നാ അമ്മേ, എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ഗസ്റ്റുകൾ ആരെങ്കിലും വന്നാൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇവിടെ ഇരുന്ന സിന്ധു എവിടെ പോയി? അവൾക്ക് കല്യാണമോ, അതുകൊണ്ട് ഒരാഴ്ച ലീവാ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ വേറെ വഴി ആലോചിക്കായിരുന്നു എന്ന് ആസിഫ് പറയാം. തലേദിവസം വിളിച്ച് പറയുന്നത് നാളെ തൊട്ട് ഒരാഴ്ചത്തേക്ക് വരില്ല എന്ന്. അത് കേൾക്കുന്ന രാജേശ്വരി പറയും, എല്ലാം കണക്ക് തന്നെയാണ്, എല്ലാവർക്കും അവരവരുടെ കാര്യം. വാങ്ങിക്കുന്ന പണത്തിനോട് ആർക്കും ആത്മാർത്ഥതയില്ല.
വേറെ ആരെങ്കിലും നോക്കണോ ആൻറ്റി? നോക്കിയിട്ട് എന്തിനാ? ഒരുത്തി 2 വർഷത്തിനപ്പുറം ഇവിടെ നിന്നിട്ടില്ല. ഹാ, ഇനി ഇവിടെ ഉള്ളവരൊക്കെ തന്നെ അങ്ങ് നോക്കിയാൽ മതി. നിവിനിവിടെ ഉണ്ടല്ലോ, അവൻ എന്തായാലും ഉടനെ തിരിച്ചു പോകുന്നില്ല. ഏ, അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഫുൾ ടൈം ഇവിടെ ഇരുന്ന് റിസപ്ഷൻ നോക്കാനോ? നോക്കിയാലെന്താ, സ്വന്തം റിസോർട്ടല്ലേ, കുറച്ചൊക്കെ ഉത്തരവാദിത്തം കാണിക്ക്. ഓ അമ്മ, റിസോർട്ടിൻ്റെ മേൽനോട്ടമൊക്കെ ശരി, പക്ഷേ ഫുൾ ടൈം ഇവിടെ ഇരുന്ന് ഗസ്റ്റുകൾക്ക് നേരെ കൈ കൂപ്പാനും റിസപ്ഷനിസ്റ്റിൻ്റെ ജോലി ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല. എൻ്റെ പാഷനമ്മ എന്ന് പറയാം. ആസി ഉണ്ടല്ലോ അമ്മ, ഇവന് ചെയ്തൂടെ? അവനെ കൊണ്ട് പറ്റില്ല. അവനിവിടെ വേറെ 100 കൂട്ടം ജോലികളുണ്ട്. മാർക്കറ്റിൽ പോകുന്നതടക്കം പുറത്തെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് ആസിഫ. അവൻ റിസപ്ഷനിൽ തന്നെ ഇരുന്ന മറ്റു കാര്യങ്ങളൊക്കെ മുടങ്ങില്ലേ? നീ ചെയ്യുവോ? അമ്മ പറയുന്നത് കേൾക്ക്. ഇവൻ പറയുന്നതിലും കാര്യമുണ്ട് ആൻറ്റി. ഒരു പെണ്ണിരിക്കുന്നതാണ് അതിൻ്റെ ഒരു അഴക് എന്ന് ആസിഫ് പറയാം. ഓ, ഇത്രേ അഴകൊക്കെ മതി. ഇവരെവിടെ ഇരുന്നിട്ട് ഇവിടെ കിട്ടാവുന്ന ഐശ്വര്യവും അഴകും ഒക്കെ മതി. പെട്ടെന്നാണ് നിവിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് കേൾക്കുന്നത്. നിവിൻ, നിന്നോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്. ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പം വരാമേ എന്ന് പറഞ്ഞ് ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുവാണ് നിവിന്. ഇത് കാണുന്ന രാജേശ്വരിക്ക് ദേഷ്യം വരുക. ഇവൻ എന്നാ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവുക എന്ന് ചിന്തിക്കാം. ആസി, ആ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എവിടെ ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ആസിഫ് അപ്പം ആ ഫയൽ എടുക്കാനായിട്ട് പോവാ. ഇതേ സമയം വിനീതാട്ടോ വിളിക്കുന്നേ. പറയൂ ബ്രോ എന്ന് നിവിൻ പറയാം. അളിയ, ഞാനൊരു ഹെൽപ്പിന് വേണ്ടിയാണ് വിളിച്ചത്. ഇവിടെ എന്നെ ആര് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ച് ഇരിക്കുക ഞാൻ. എന്തു പറ്റി അളിയ എന്ന് വിനീത് ചോദിക്കുക. ഓ, അതൊരു തുടർക്കഥയാണ്. ആദ്യം ബ്രോയുടെ പ്രശ്നം പറ. എടാ, ആ അരവിന്ദൻ അമ്മാവിൻ്റെ 2ാമത്തെ മകളില്ലേ കാവേരി. അപ്പം കാവേരിയുടെ പേര് കേൾക്കുമ്പോൾ നിവിനങ്ങ് ഭയങ്കര സന്തോഷം തോന്നുക. അറിയാം, അവൾക്ക് വേണ്ടി ഒരു ഹെൽപ്പ്. എടാ, ഇത് നേരത്തെ പറയണ്ടേ? നേരത്തെ പറഞ്ഞാൽ എന്താ നിവിനെ? അല്ല, അമ്മാവിൻ്റെ മരണത്തോടെ ആ കുടുംബം അനാഥമായില്ലേ? അവരെ കഴിയും വിധം സഹായിക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയല്ലേ എന്ന് നിവിൻ പറയാം. അതുതന്നെ അളിയാ പ്രശ്നം. വീട് അവർ തിരിച്ചു പിടിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷേ ജീവിക്കാൻ ഒരു വരുമാനം വേണ്ടേ എന്ന് വിനീത് പറയാം. ഇളയ 2 കുട്ടികളും പഠിക്കുക. ഗംഗ തയ്ച്ച് കിട്ടുന്ന കാശുകൊണ്ടാണ് അവരുടെ വീട്ടു ചെലവുകളൊക്കെ നടക്കുന്നത്. അതുമാത്രം പോരല്ലോ അളിയാ, കുട്ടികളുടെ പഠിപ്പടക്കം മറ്റു പല കാര്യങ്ങളും ഉണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവരത് സ്വീകരിക്കില്ലല്ലോ ബ്രോ. എടാ, അങ്ങനെയുള്ളൊരു ഹെൽപ്പ് അല്ല അവർ പ്രതീക്ഷിക്കുന്നത് എന്ന് വിനീത് പറയാം. കാവേരിക്ക് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുത്താൽ അതവർക്ക് വലിയൊരു കച്ചിത്തുരുമ്പാവും. എന്ത് ജോലിയാടാ നീ ഉദ്ദേശിക്കുന്നത്? എന്ത് ജോലിയാണേലും കുഴപ്പമില്ല, ഒരു വരുമാനം അതിപ്പോൾ അത്യാവശ്യമാണ്, അതാ വേണ്ടു എന്ന് നിവിനോട് വിനീത് പറയാണ്. അപ്പം നിവീൻ എന്ന് പറഞ്ഞ് രാജേശ്വരി വിളിക്കുക. എൻ്റെ അമ്മ, ഞാൻ വരുവാ എന്ന് വിളിച്ചു പറയും. അളിയ, നീ തിരക്കിലാണോ എന്ന് വിനീത് ചോദിക്കുക. എടാ, ഞാനിവിടെ ഒരു ജോലി എന്നും പറയാൻ തുടങ്ങുമ്പോഴാണ് തൻ്റെ ജോലിയുടെ കാര്യം ചിന്തിക്കുന്നത്. അവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോടാ എന്ന് വിനീത് അപ്പം ചോദിക്കും. ഉണ്ട്, ഇവിടെ ഒരു നല്ല ജോലിയുണ്ട്. എടാ, നീ ഒരു കാര്യം ചെയ്യുക, കാവേരിയെ വിളിച്ച് ജോലി റെഡിയായെന്ന് പറ, ഞാൻ അങ്ങ് എത്തിക്കോളാം. എടാ, ഇത്ര പെട്ടെന്ന് ജോലി റെഡിയായോ? എന്ത് ജോലിയാടാ? അളിയ, അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. നീ ഇപ്പോൾ ഫോൺ വെച്ചോ. എന്തായാലും നല്ല അടിപൊളിയൊരു ജോലിയുണ്ട്. അപ്പം നിൻ്റെ ജോലിയോ? 2 പ്രശ്നവും ഒന്നിച്ച് സോൾവായി ബ്രോ. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ സംഭവിച്ചത് ബ്രോ. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് നിവിൻ ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. കാവേരി ഇവിടെ അടിപൊളിയായിട്ടിരിക്കും. അതേസമയം റിസപ്ഷനിൽ പുതിയൊരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മുടെ ആസിഫും രാജേശ്വരിയും സംസാരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ആസിഫെ, പെൺകുട്ടികളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ പെൺകുട്ടികളുടെ കാര്യം അറിയാലോ. കല്യാണം കഴിയാത്ത പെൺകുട്ടികളാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേ അവരുടെ കല്യാണം വന്നും പറഞ്ഞ് അവരങ്ങ് മുങ്ങും. ഇനി കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളാണെങ്കിലോ 5 മണിയാവുമ്പോൾ അവർക്ക് വീട്ടിൽ പോകണം. ഇതൊരു റിസോർട്ടാണ്, അങ്ങനെ എപ്പോഴും ചാടിക്കയറി പോകാനൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുക. ഇത് കേട്ടുകൊണ്ട് വരുന്ന നിവിൻ പറയും, അമ്മേ, നമ്മുടെ എല്ലാ കണ്ടീഷൻസും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട് എന്ന് പറയാം. സുന്ദരി, സൽസ്വഭാവി, വിദ്യാസമ്പന്ന, തറവാടി, വെളുത്ത നിറം, രേവതി നക്ഷത്രം. ഇതെന്തോന്നടാ, കല്യാണാലോചനയാണോ എന്ന് ആസിഫ് അപ്പം ചോദിക്കുക. അപ്പം നിവിനാണെങ്കിൽ ആസിഫിൻ്റെ ചെവി പറയാം, 2 ഒന്ന് തന്നെ ആണടാ എന്ന് പറയാം. എന്താടാ അവിടെ നിങ്ങൾ 2 കൂടി കുശിക്കുന്നത് എന്ന് അപ്പം രാജേശ്വരി പറയണേ. അതമ്മേ, ഞാനേ ആളെ കൊണ്ടുവരട്ടെ എന്ന് പറയാം. നീ കൊണ്ടുവാ, ആരാന്ന് നോക്കട്ടെ, കൊണ്ടുവരുന്നൊക്കെ കൊള്ളാം. ആള് നിന്നെപ്പോലെ ആവരുത്. എന്താ ഇത്രയും ഗ്ലാമറൊക്കെ എനിക്കുണ്ടോ എന്നുള്ള പേടിയാണോ? ഗ്ലാമറൊക്കെ ഇരുന്നോട്ടെ, പക്ഷെ ഉത്തരവാദിത്തം വേണം. അപ്പോൾ ആസിഫും പറയും, അത് കറക്റ്റ്. നീ ആദ്യം മാർക്കറ്റിൽ പോയി കറക്റ്റ് ചെയ്യുക ആസി, എന്നിട്ട് ഇവനെ കറക്റ്റ് ചെയ്യാൻ നടക്കുക എന്ന് ആസിയോട് രാജേശ്വരി പറയാം. നിവിനെ, കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് പിടികിട്ടി. അതിനാണോ നീ എൻ്റെ കൈയും കാലും ഒക്കെ പിടിച്ചത്? നീ കാല് വാരാതിരുന്നാൽ മതി. ആസി, പോകുന്നില്ലേ എന്ന് ചോദിക്കുക. പോകുന്നു ആൻറ്റി എന്ന് പറയാം. ഇങ്ങോട്ടല്ലടാ, അങ്ങോട്ടാ മാർക്കറ്റിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ് രാജേശ്വരി മേഡം വാതിക്കലേക്ക് അവനെ ഉന്തിത്തള്ളി വിടുകയാണ് കേട്ടോ. അപ്പം നിവിനാണെങ്കിൽ നാളെ മുതൽ
കാവേരി ഇവിടെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചെടുക്കും എന്ന് പറയാം. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി